ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ കണ്ടു. അയാളുടെ ശരീരത്തിന്റെ പല അവയവങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചു, അയാൾ നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളല്ലേ? അതെ. പിന്നെന്താ നീ ഇത്രമാത്രം പരീക്ഷിച്ചേക്കണത്? ധാരാളം പ്രയാസങ്ങളുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അയാള് സ്വർഗത്തിലെ വലിയ സ്ഥാനം ദറജ എന്നോട് ചോദിച്ചു. അതിന് മാത്രം ഒപ്പരിക്ക് ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ പിന്നെ ആ ചോദിച്ചത് ഏതായാലും കൊടുക്കണല്ലോ, പാവല്ലേ. അപ്പൊ പിന്നെ വലിയ സ്ഥാനം കൊടുക്കാൻ ഞാൻ മരണത്തിന്റെ തൊട്ടുമുമ്പുള്ള കുറച്ച് ദിവസം ഒരു അസുഖം കൊടുത്തു. അതൊന്ന് ക്ഷമിച്ചിട്ട് മുമ്പ് അതിലേക്ക് എത്തും. അപ്പൊ പിന്നെ നമുക്ക് ആ സ്ഥാനം കൊടുക്കുന്നതിന് പ്രശ്നം. അങ്ങനെ കടകള് ഒരു ദിവസം പനി ബാധിച്ചാൽ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന മതം നമ്മളെ മതം. കാലിന് മുള്ളു തറച്ചാൽ ക്യാൻസറും ട്യൂമറും വരണമെന്നൊന്നുമില്ല. നമുക്ക് കുടുംബത്തെ ഓർത്തിട്ട് ചെറിയൊരു ടെൻഷൻ, നാളെയാണല്ലോ ഭാര്യന്റെ ഓപ്പറേഷൻ, എന്ത് ചെയ്യറുമ്പേ ഇത്ര ക്യാഷോ ആണല്ലോ, മക്കള് സ്കൂള് തുറക്കലായല്ലോ, യൂണിഫോമും ഇൻസ്ട്രുമെന്റ് ബോക്സും ടിഫിനും എല്ലാം പാടാകുമ്പോ അത്യാവശ്യം ചെലവിട്ടല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ മനസ്സിൽ ടെൻഷനാകുമ്പോ പൊറുക്കുന്ന ദോഷങ്ങളുണ്ട് ഇസ്ലാമിൽ. മൂമിൻ അനങ്ങിയ കൂലിയ, മൂമിനായി കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. മുഅ്മിൻ അനങ്ങിയ കൂലിയ.